ചെറുക്കനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ ബ്ലോക്കറെ കാണുന്നില്ലല്ലോ. അവിടെ എവിടെ പോന്നോ? അമ്പലത്തിൽ പോയതാ. എന്താ മോനെ അമ്പലത്തിൽ പോയത്? പെണ്ണ് കാണാൻ പറ്റല്ലേ? പുഷ്പാഞ്ജലിക്കാൻ പോയതാ. അപ്പൊ എന്റെ പേര് നീ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചേ. എന്താ? രാമോട്ടന്റെ ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ട ഒരു മുട്ടക്കറി കഴിച്ചേ. എടാ സമയം ഒരുപാട് വൈകിയല്ലോ. മോൾ ഒരുങ്ങിക്കാണില്ലേ? മോളെ കുസു, മോളെന്തിനാ കരയുന്നേ? അച്ഛനെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അച്ഛനോട് ഇത്ര സ്നേഹം കൊണ്ടൊന്നും അച്ഛൻ വിചാരിച്ചില്ല മോളെ. ഒന്ന് പോണോ? അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ഇവിടെ ആണെങ്കിൽ മുഴുവൻ പണി അച്ഛനെ കൊണ്ടെടുക്കാം. ഇനി കല്യാണം കഴിഞ്ഞു പോയാ പണി മുഴുവൻ ഞാനെടുക്കണ്ടെന്ന് ഓർത്തിക്കാം. എടി വെറുതെ അല്ലടി, നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചാലേ ഡിമ്മായിനി. അതല്ലേ കയ്യിൽ പോണ്ടല്ലോ. ഓ ഈ ജീവിതകാലം മുഴുവൻ നന്നായില്ലടി. എന്താ ബ്ലോക്കറെ വായിക്കേ? ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്കാ. ചെറുക്കം വന്നില്ലേ? ചെറുക്കം കാണാൻ ആളെങ്ങനെയാ? എന്നാ ഗ്ലാമറാ, ഒടുക്കത്തെ സ്റ്റൈലാ. എന്നാ വരാൻ പറ. ചെറുക്കാ വാ വാ. അവൻ അങ്ങനെ വിളിച്ചൊന്നുമില്ല, ഞാൻ വിളിക്കാം. ഇവനെ കാണുമ്പോ കണ്ണല്ല കയ്യാതല്ലി പോമേ. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണുകളാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രാർത്ഥന നിർബന്ധം. അത് വേണോ? വേണം. ശ്രുതി സംഗതിയൊക്കെ ഉണ്ടാവണേ. ഇവരിവിടെ പോയി. അമ്മാവാ നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ആ തൊഴുത്തിലെ പശുവിന്റെ കെട്ടി മുറുക്കാൻ പോയതാ. എന്നിട്ടുണ്ടാവാൻ അത് കുറ്റി പച്ചോണ്ട് പോയില്ലേ? അതെ, നമ്മൾ ചെറുക്കടെ എന്താ സ്ത്രീധനായിട്ട് കൊടുക്കാൻ പോന്നെ? 17 ഏക്കർ തെങ്ങും വളപ്പ് കിടക്കാൻ ഒരു വിക്കാസ്. അതെ, നമുക്ക് ഉറപ്പിക്കാല്ലേ? മോളെ കുക്കു, ഇനി നിങ്ങൾ കാണുന്ന ഒരു കല്യാണം കഴിയുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന മാറ്റമാണ്. അത് ഞങ്ങൾ ബൈജു എന്ന കഥാപാത്രത്തിലൂടെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നു. പിന്നെ ഏവർക്കും സുപരിചിതനായ ടിന്റുമോന്റെ കുസൃതികളും ആസ്വദിക്കും. രംഗം 2. ആരുമില്ല, കിട്ടിയ തക്കം ഒന്ന് വിളിക്കാം. എനിക്ക് വയ്യ ആ ടിന്റുമോനെ കൊണ്ട്. എവിടെയാ പ്രിൻസിപ്പൽ? സാറേ എവിടെ പോയതാ? ഞാൻ ആ ഹിന്ദി ടീച്ചർ ഇന്നലെ വരാത്തതിന്റെ കണ്ണ ചോദിക്കാൻ പോയതാണ്. നടക്കട്ടെ. എന്താ ആ ടിന്റുമോനെ കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ. ക്ലാസ്സിൽ അവന്റെ കളി മൊബൈൽ കൊണ്ടാ. ഞാൻ അവന്റെ തന്തപ്പിടിയെ വിളിച്ചിട്ടുണ്ട്. അതെന്താ അവന്റെ അമ്മയെ വിളിച്ചപ്പോഴെത്തോ? ഈ ജന്മത്തിൽ ഇയാൾ നന്നാന്ന് പോയില്ല. എന്നാ പെരുക്കാടേ? Hello, Missy. My name is Viju. And the Viju. ഞാൻ കുടിച്ചുകൂടി കളിച്ച. ഒന്ന് നേരെ നിക്കണം. നാറിയിട്ട് വയ്യ. തന്റെ മോനില്ലടാ ടിഞ്ചു മോൻ. അവയെ കൊണ്ട് സ്കൂളിലെ മാഷന്മാരൊക്കെ പോറുത്തി പൊട്ടിയിരിക്കുക. അതെന്താ ക്ലാസ്സിൽ ബെഞ്ചുകളിൽ മുള്ളിയിടുന്നോ?
ശരിയാണോട്? ഞാനൊരു വാള് വെച്ചില്ല, ഞാനൊരു വാള് വെച്ചേ, ഇയാളൊരു വാൾ കണ്ടാക്കി. ഞാനൊരു വാള് വെച്ചില്ലെന്ന്. ഇയാൾ കണ്ടതാണോ പറയുന്നത്? അത് വാള് വെച്ചതല്ല, അത് വെക്കുമ്പോ വാള് താഴെ വീഴുമ്പോ പെടുത്താം. ആ താൻ പോ. തന്റെ മോനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു. 4 പേര് പറയാം. എന്നിട്ട് അവർ എന്താ പറഞ്ഞതെന്ന് അറിയോ? ആ മാഷ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒന്ന് അച്ഛൻ, ഒന്ന് അനേട്ടൻ, ഒന്ന് വെല്ലിട്ടൻ, ഒന്ന് മുത്തവൻ. അതെന്റെ മോനെ പറഞ്ഞ ഒരു കാര്യമില്ല. അവന്റെ വീട്ടിൽ ഡെയിലി കാണുന്ന ഈ 4 പാമ്പുകളാണ്. അതുകൊണ്ട് അവനെ പറഞ്ഞു നോക്കണം. കുടുംബം മൊത്തം ഇങ്ങനെ തന്നെയാണല്ലേ? തന്റെ മൂത്ത മോൻ കണ്ടോ? മലയാള ഭാഷ കാറ്റടിച്ചു കൊടുക്കുന്നു. അതെന്റെ മൂത്ത മോനല്ല, അതെന്റെ ഇളയമോ. ആ സ്കൂളിന്റെ പൂന്തോട്ടത്തിലെ പൂരിക്കുന്നുണ്ട, അതാണ് എന്റെ മൂത്ത മോൻ. സാറേ, നമ്മുടെ പൂന്തോട്ടത്തിൽ പൂ പറിക്കുന്നു. വെരി ഗുഡ്. ആ താൻ എനിക്ക് ഒരു ഉറപ്പ് തരണം. തന്റെ മോനെ സ്കൂളിൽ വല്ല കൂട്ടക്കേട് കാട്ടാ അപ്പോൾ TV ഇട്ട് പറഞ്ഞേക്കും കേട്ടോ. ആ കാലൊന്നും പിടിക്കണ്ട. ആ താൻ പോ. എന്തായി? ആ ഒരുവിധം പറഞ്ഞു ഉറപ്പിച്ചു. ഇനി വല്ല കുട്ടക്കേട് കാട്ടാ അപ്പോൾ TV ഇട്ട് പറഞ്ഞേക്കാം. നമുക്ക് ആ തിന്റെ മോനെ വിളിച്ചൊന്ന് ഉപദേശിക്കാമല്ലേ? കുക്കിരി കുക്കുറുക്കൻ കക്കിരി കണ്ടും തോന്നിച്ചു പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ടു ചോദിച്ചു, നാട്ടിലെ വെള്ളം ചോദിച്ചു, ഇനി മേലാൽ എന്നെ കൂട്ടാതെ ഡാൻസ് കളിക്കരുത്. എന്താ മാഷെ എന്നെ വിളിച്ചത്? നിന്റെ അരിഞ്ഞ മോന്റെയൊന്ന് കാണാൻ പോണത്. ഇതെന്താണ് പോയി വാല? ഇത് സ്റ്റൈലാ മാഷെ. കുട്ടിയുടെ പെണ്ണലാ അപ്പോഴാണ് സ്റ്റൈല്. നിന്റെ തന്തയില്ലേ, അവൻ ഇവിടെ വന്നിരുന്നു. അയാളെന്റെ ഒരു കാര്യം. ഇനി നീ വല്ല കൂട്ടക്കേടും കാണിച്ചാൽ അപ്പോൾ TV ഇട്ട്. നിന്നെ ഈ സ്കൂളിൽ എടുക്കണമെങ്കിൽ നീ ഒരു ഇന്റർവ്യൂ പാസ്സാക്കണം. നമ്മൾ 4 ചോദ്യം നിങ്ങൾ ചോദിക്കും. അതിന്റെ കറക്റ്റ് ആൻസർ നീ പറയാം. ആദ്യത്തെ ചോദ്യം നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പാൾ തന്നെ നിന്നോട് ചോദിക്കും. ഊഷ്മാവളക്കുന്ന ഉപകരണമേ. സാർ എന്താണ് നിന്നോട് ചോദിച്ചത്? ഉപ്പുമാവളക്കുന്ന ഉപകരണമല്ലേ? അടുത്ത ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കടലിൽ നടുന്നൊരു മാവിൽ നിറയെ തേങ്ങ, അത് പറിക്കാൻ നീ എങ്ങനെ പോകും? ധോണിന്റെ വീട്ടുകാരോട്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഏറ്റവും പഴക്കം ചെന്ന മൃഗം ഏത്? അതെന്താണ്? പാല് തരുമ്പോ 4 മൃഗങ്ങളുടെ പേര് പറയും. ഒന്ന് പശു, ഒന്ന് പശുവിന്റെ അമ്മ, ഒന്ന് പശുവിന്റെ അമ്മമ്മ, ഒന്ന് പശുവിന്റെ എണ്ണമ്മ. എന്നാ പശുവിന്റെ അച്ഛനും കൂടെ കൂട്ടിക്കോളൂ. അതിന് ഇതില്ലല്ലോ. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നീണ്ട 15 വർഷത്തെ ഗവേഷണത്തിന് ശേഷം ഞാൻ വളർത്തിയെടുത്ത ചോദ്യമാണ്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ തൊട്ടു കാക്ക കൊത്തി കടലിൽ. കാക്ക കൊത്തിയ അപ്പമേ. A. ഉണ്ണിയപ്പം, B. ഇടിയപ്പം, C. നെയ്യപ്പം. ഇത്ര പരക്കൊണ്ടുള്ള കാക്കയുടെ വായിലാണ് നെയ്യപ്പം. പിന്നെ ഇടിയപ്പം, അത് ഒരുമാതിരി പറഞ്ഞിരിക്കലേ. പിന്നെ ഉണ്ണിയപ്പം വേഗം എടുത്ത് പറത്തിക്കൊണ്ടുപോകാനുള്ള. ഞാൻ മലയാളമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാനൊരു പദം പറയും, അതിന്റെ വിപരീത പദം നീ പറയാം. രാത്രി, രാത്രി. എന്തോ എന്തൊരു പൂജ്യ. എന്റെ അമ്മ, എന്റെ അച്ഛ. എന്നാ അവസാനിപ്പിക്കാം? എന്നാ തുടങ്ങാമേ? അവസാനിപ്പിക്കാമേ? തുടങ്ങാമേ? അവസാനിക്കോ? ഞാൻ എവരെന്താണ് കഴിഞ്ഞ ഒത്തിരി പേപ്പട്ടിയായിരുന്ന പെണ്ണിനെ കാണാൻ പോകുമ്പോ സാറിന്റെ ഭാര്യ ഏത് സ്ഥലമായിട്ട് ട്രെയിനിന്റെ തല വെക്കാൻ പോകുമ്പോ വയറ്റിന് പുള്ളയാണോ നേത്രവാദിയാണോ നോക്കൂടെ? തല വെച്ച് കൊടുക്കാനല്ലേ പറ്റൂ. എന്നാൽ ഈ
നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പാൾ നിനക്ക് ഒരു സമ്മാനം തരും. ഞാൻ തന്നെ കൊടുക്കണം. ആ, നമുക്ക് ആർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ 100 രൂപ ഞാൻ നിനക്ക് തരും. നമുക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാലോ 50 പൈസ. ഞാൻ ചോദിച്ചു 4 കണ്ണടച്ചിന് വരും. 4 കാലുള്ളോരോ നഗരം 4 കാലുള്ളോരോ ഒരു ക്ലൂ. ഇതിന്റെ ഉത്തരം നമ്മുടെ ബഹുമാനനായ പ്രിൻസിപ്പാൾ നിനക്ക് പറഞ്ഞു തരും. ഞാൻ പോകുന്നു. ഞാൻ തോറ്റിരിക്കുന്നു. എന്റെ 100 ഇതുവരെ നമുക്ക് ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഇനി അതിന്റെ ഉത്തരം നീ തന്നെ പറ. ഇല്ല, ഇതിനുത്തരം എനിക്കറിയില്ല. ഉള്ളത് യുവക്കിന്റെ പിഞ്ചു കലാകാരികൾ പെണ്ണാളെ എന്ന ഗാനത്തിന് ചുവടുവയ്ക്കുന്നു.